ാണ് റേഡിയന്റ് ഗ്ലോ ഫേസ് വാഷ്. റേഡിയന്റ് ഗ്ലോ പേര് പോലെ തന്നെ എന്താണ് റേഡിയന്റ് ഗ്ലോ അല്ലെ? ഒരു പെട്ടെന്ന് ഒരു ഗ്ലോ തരുന്നു, ഒരു തിളക്കം തരുന്ന ഒന്നാണ് നമ്മുടെ സ്കിന്നിന് തിളക്കം തരുന്നതായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് റേഡിയന്റ് ഗ്ലോ ഫേസ് വാഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സോപ്പ് ഫ്രീ ആയിട്ടുള്ളതാണ്, എല്ലാ തരത്തിലുള്ള സ്കിന്നുകാർക്കും ഇത് ഉപയോഗിക്കാവുന്നതാണ്. ആദ്യം തന്നെ ഇതില് നാച്ചുറൽ ആയിട്ടുള്ള ഒരു മൈൽഡ് ക്ലെൻസിങ് ആൽക്കലൈൻ പോളി ഗ്ലൈക്കോലൈഡ്സ് ആണ് ഇതിൽ ചേർത്തിട്ടുള്ളത്. അപ്പം എന്താണ് ഇതിന്റെ കർമ്മം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇത് നമ്മുടെ സ്കിന്നിന്റെ pH നിയന്ത്രിച്ചു കൊണ്ടുപോകാനായിട്ട് സഹായിക്കുന്നു. നമ്മുടെ സ്കിന്നിന്റെ pH എന്ന് പറയുന്നത് 4 മുതൽ ഒരു 6 ആണ്, അതായത് വീക്ക്ലി അസിഡിക് ആണ്. അപ്പം ഈ ഒരു സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇതാണ് pH സ്കെയിൽ എന്ന് പറയുന്നത്. അതായത് 0 മുതൽ 14 വരെയുള്ളതാണ്. 7 ആണ് ന്യൂട്രൽ എന്ന് പറയുന്നത്. 7ന്റെ താഴോട്ടേക്ക്, അതായത് 0 മുതൽ 6 വരെയുള്ളതാണ് അസിഡിക് pH എന്ന് പറയാൻ പറ്റും. 7നെക്കാളും കൂടുതൽ 8 മുതൽ 14 വരെയുള്ളതാണ് ആൽക്കലൈൻ pH എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു നമ്മുടെ എല്ലാ ഭാഗങ്ങൾക്കും ഓരോരോ pH ഉണ്ട് എന്നുള്ളത് ഞാൻ പറഞ്ഞു അല്ലെ. നമ്മുടെ സ്കിന്നിന്റെ pH എന്ന് പറയുന്നത് 4നും 6നും ഇടയിലായിട്ടാണ് നിൽക്കുന്നത്. അതായത് വീക്ക്ലി ആസിഡിക് ആയിട്ടുള്ള ഒരു pH ആണ്. അപ്പം പല വിധത്തിലുള്ള സോപ്പ്, ഇന്ന് മാർക്കറ്റിൽ വരുന്ന സോപ്പൊക്കെ ഈ ഒരു 8 മുതൽ 10 റേഞ്ചിലാണ് വരുന്നത്. അതായത് ആൽക്കലൈൻ pH ആണ് വരുന്നത്. അപ്പൊ ആ ഒരു pH-ലുള്ള ഒരു സോപ്പ് നമ്മൾ നമ്മുടെ സ്കിന്നിൽ ഉപയോഗിക്കുകയാണ് എങ്കിൽ ആ pH-ലുള്ള ഒരു ഇംബാലൻസ് വന്നിരിക്കുകയാണ് അല്ലെ. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കുമാണ് സ്കിന്നിൽ പലതരത്തിലുള്ള ഒരു പ്രശ്നങ്ങളൊക്കെ വരുന്നത്. അപ്പം നമ്മുടെ ഈ ഒരു റേഡിയന്റ് ഗ്ലോ ഫേസ് വാഷ് എന്ന് പറയുന്നത് 100% സോപ്പ് ഫ്രീ ആയിട്ടുള്ള ഒരു ഫേസ് വാഷ് ആണ്. അതാണ് പറഞ്ഞത്, pH-ന്റെ ലെവലിനെ കൃത്യമായിട്ട് നിയന്ത്രിക്കാനായിട്ട് സഹായിക്കുന്ന ഫാക്ടറും കൂടി നമ്മുടെ റേഡിയന്റ് ഗ്ലോ ഫേസ് വാഷിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഉള്ളതാണ് മൈൽഡ് ആയിട്ടുള്ള ഒരു ഫോം ആണ് ഇത് തരുന്നത്, പത തരുന്നതായിട്ടുള്ളതാണ്. സ്കിൻ മോയ്സ്ചറെ നിലനിർത്തുന്നുണ്ട്, ഒരു ഡ്രൈനെസ്സും വരാതെ സ്കിൻ മോയ്സ്ചറെ നിലനിർത്താനായിട്ട് സഹായിക്കുന്നുണ്ട്. ഫ്രീ ഫ്രം കാർസിനോജനിക് ആണ്. പല ഫേസ് വാഷിലും ഉള്ളത് കാണാനായിട്ട് സാധിക്കും. കാർസിനോജനിക് ആയിട്ടുള്ള ഒരുപാട് ഫാക്ടേഴ്സ് അതിലുണ്ട്. അതായത് ക്യാൻസർ സെൽസിനെ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നതായിട്ടുള്ള ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പൊ നമ്മുടെ ഈ ഒരു ഫേസ് വാഷിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാർസിനോജനിക് ആയിട്ടുള്ള ഒരു ഫാക്ടേഴ്സും ഉൾപ്പെടുത്തിയിട്ടില്ല. അടുത്തതായിട്ടുള്ളതാണ് ഗ്ലിസറിൻ. ഗ്ലിസറിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് കർമ്മങ്ങളുള്ളതാണ് ഗ്ലിസറിനില്. ഇപ്പൊ തന്നെ അറിയാം, ഗ്ലിസറിൻ എന്നുള്ള വാക്കൊക്കെ ഇപ്പൊ കൂടുതലായിട്ടും കേൾക്കുന്നുണ്ടാവും. നമ്മുടെ ഹാൻഡ് വാഷിലൊക്കെ ഉണ്ട്. അപ്പൊ നമ്മുടെ ഹാൻഡ് വാഷില് ഗ്ലിസറിൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ഗ്ലിസറിൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഫേസ് വാഷിൽ ഗ്ലിസറിന്റെ കർമ്മം എന്താണ്? ആന്റി ബാക്ടീരിയൽ, ആന്റി ഫംഗൽ, ആന്റി വൈറൽ കർമ്മങ്ങൾ ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണ്. അതോടൊപ്പം തന്നെ ഒരു മോയ്സ്ചർ, ഒരു ഈർപ്പം, ഒരു നനവ് നമ്മുടെ സ്കിന്നിൽ നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് സഹായിക്കുന്നതും കൂടിയിട്ട് ഉള്ളതാണ്. ഇനിയോ എക്സ്ഫോലിയേറ്റിംഗ് ആയിട്ടുള്ള ഒരു സ്ക്രബ്ബറും കൂടിയിട്ടാണ്. അതായത് നമ്മുടെ സ്കിന്നിൽ ഞാൻ പറഞ്ഞു അനുദിനം സ്കിന്ന് സെൽസ് കൊഴിഞ്ഞു പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പൊ ആ സ്കിന്ന്, ആ ഡെഡ് ആയിട്ടുള്ള, നശിച്ചു പോയിട്ടുള്ള ആ ഒരു കോശങ്ങളെ നമ്മുടെ സ്കിന്നിൽ നിന്നും യഥാക്രമം നീക്കം ചെയ്യേണ്ടത് അത്യാവശ്യമായിട്ടുള്ളതാണ്. അതിനായിട്ട് വേണ്ടിയിട്ട് ഒരു എക്സ്ഫോലിയേറ്റിംഗ് സ്ക്രബും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ ഒരു സ്ക്രബിന്റെ മറ്റൊരു കർമ്മം എന്ന് പറയുന്നത് അത് നല്ലൊരു ഗ്ലോ തരുന്ന ഒന്നാണ്. നാച്ചുറൽ ആയിട്ട് നമ്മുടെ സ്കിന്ന് ഷൈൻ ചെയ്യുന്നതും കൂടിയിട്ടുള്ളതാണ്. അടുത്തതായിട്ട് ഞാൻ മുന്നത്തെ 3-in-1 ഫേസ് വാഷിൽ പറഞ്ഞതുപോലെ തന്നെ ട്രൈ മിനറൽ കോംപ്ലക്സും വൈറ്റമിൻ കോംപ്ലക്സുകളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ട്രൈ മിനറൽ കോംപ്ലക്സ് എന്ന് പറയുമ്പോഴത്തേക്കും സിങ്ക്, കോപ്പർ, മെഗ്നീഷ്യം ഞാൻ പറഞ്ഞതാണ്. ഇപ്പം തൊട്ട് മുൻപിൽ ഞാൻ പറഞ്ഞതാണ്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം സിങ്ക്, കോപ്പർ ഇതിന്റെ കൂട്ടത്തിലുള്ള ഒരു കർമ്മം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിലെ അധികമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഓയിൽ അല്ലെങ്കിൽ സെബത്തെ അത് കൺട്രോൾ ചെയ്യുന്നു. നല്ല ഒരു ഗ്ലോ സ്കിന്നിനായിട്ട് തരുന്നു. നല്ല ഒരു ഫേഷ്യൽ കംപ്ലക്ഷനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സഹായിക്കുന്നു. പുതിയ നല്ല കോശങ്ങളുടെ ഉൽപാദനത്തിന് സഹായിക്കുന്നതായിട്ടുള്ള 3 മിനറൽസ് ആണ് ഇത്. ഇനി അടുത്തതായിട്ട് ഇതിൽ ചേർന്നിട്ടുള്ളതാണ് സോഡിയം ലാക്ടേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്ക്രീനിൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഇതാണ് നമ്മുടെ കോശങ്ങളിൽ കാണപ്പെടുന്നതായിട്ടുള്ള ഒന്നാണ്. നാച്ചുറൽ മോയ്സ്ചറൈസിങ് ഫാക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ട്, NMF. ഈ നീല കളറിൽ കൊടുത്തിരിക്കുന്നതാണ്. ഇതാണ് സ്കിന്നിന്റെ ക്രോസ് സെക്ഷൻ. അപ്പം ഇതിൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, കണ്ടോ സർക്കിൾ ആയിട്ട് ഉള്ളത്, ഇതാണ് NMF എന്ന് പറയുന്നത്, നാച്ചുറൽ മോയ്സ്ചറൈസിങ് ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പം ഇതിന്റെ കർമ്മം എന്താണ്? നമ്മുടെ സ്കിന്നില് ഈർപ്പത്തെ പിടിച്ചു നിർത്തുക എന്നുള്ള ഒരു കർമ്മമാണ് ഇത് വഹിക്കുന്നത്. അപ്പം
ഈ സോഡിയം ലാക്ടേറ്റ് എന്ന് പറയുന്നത് എന്തിനെ സഹായിക്കുന്നു? ഈ NMFന്റെ അളവിനെ വർദ്ധിപ്പിക്കുന്നു. അതുവഴി ഈർപ്പത്തെ വളരെ നല്ല രീതിയിൽ പിടിച്ചു നിർത്താനായിട്ട് സഹായിക്കുകയും ചെയ്യുന്നു. അപ്പം ഇതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? മാർക്കറ്റിൽ ഒരുപാട് മറ്റുള്ള പ്രൊഡക്ട്സ് ഉണ്ട്, നിങ്ങൾക്ക് തന്നെ അറിയാം അല്ലെ? അതിൽ നിന്നുമൊക്കെയുള്ള ഒരു വ്യത്യാസം എന്താണ്? നമ്മുടെ ഈ ഒരു ഫേസ് വാഷിന് നല്ല രീതിയിൽ അല്ലെ സ്കിന്നിന്റെ ആഴത്തിൽ ചെന്നിറങ്ങിയിട്ട് ക്ലീനിങ് പ്രോപ്പർട്ടി ആണ് അല്ലെങ്കിൽ ക്ലെൻസിങ് പ്രോപ്പർട്ടി ആണ് നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ് നൽകുന്നത്. അതോടൊപ്പം ട്രൈ മിനറൽ കോംപ്ലക്സ് ആണ്. സിങ്ക്, മെഗ്നീഷ്യം, കോപ്പർ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. പുതിയ നല്ല സെൽസിന്റെ ഉൽപാദനത്തിന് സഹായിക്കുന്നു. ഓയിൽ സെക്രീഷനെ, എണ്ണ ഉണ്ടാകുന്നതിനെ കൃത്യമാക്കി കൊണ്ടുപോകുന്നു. അമിതമായിട്ട് ഉണ്ടാകുന്നതിനെ തടയുന്നു. നല്ല ഒരു റേഡിയൻസ് ആണ് നിങ്ങൾക്കിത് തരുന്നത്. ഇത്തരത്തിലുള്ള ഒരു ഫേസ് വാഷും നിങ്ങൾക്ക് മാർക്കറ്റിൽ കാണാനായിട്ട് സാധിക്കില്ല. ഇത് എല്ലാ സ്കിന്നുകാർക്കും ഉപയോഗിക്കാവുന്നതാണ്. എന്നാലും കുറച്ചുകൂടി ഞാൻ പറഞ്ഞു അല്ലെ, അധികമായിട്ട് ഓയിൽ ഉണ്ടാകുന്ന പിന്നെ എന്താണ് കൺട്രോൾ ചെയ്യുന്നു എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അതിനേക്കാളും കൂടുതലായിട്ടും ചില ഡ്രൈ സ്കിൻ ഉള്ളവർക്കാണ് അല്ലെ ഓയിലിന്റെ, അതായത് NMF, നാച്ചുറൽ മോയ്സ്ചറൈസിങ് ഫാക്ടേഴ്സിനെയൊക്കെ നമ്മുടെ ശരീരത്തിലെ, നമ്മുടെ സ്കിന്നിലെ ഈർപ്പത്തെ പിടിച്ചു നിർത്താനൊക്കെയാണ് സഹായിക്കുന്നത്. അപ്പൊ കുറച്ചുകൂടി ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് ഇത് കുറച്ചുകൂടി സ്യൂട്ടബിൾ ആയിരിക്കും. ഓയിലി സ്കിൻ ഉള്ളവർക്ക് നമ്മുടെ 3-in-1 ഫേസ് വാഷ് ഉപയോഗിക്കാവുന്നതാണ്. അപ്പം ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്? ക്വാണ്ടിറ്റിയിൽ നമ്മുടെ ഫേസിൽ, നമ്മുടെ സ്കിന്നിൽ എത്രത്തോളമാണോ വേണ്ടത് ആ ഒരു അളവിൽ കയ്യിലെടുത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫേസിൽ പുരട്ടുക. ഫേസിലും അതേപോലെ തന്നെ നെക്കിലും കൂടി പുരട്ടാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം നമ്മൾ പലരും ചെയ്യുന്ന ഒരു തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് ഈ പറയുന്ന ഒരുപാട് ഫേസ് പാക്കും അല്ലെങ്കിൽ ക്രീമും ഒക്കെ ഫേസിൽ മാത്രമാണ് ഇടുന്നത്. അപ്പൊ എന്താണ് സംഭവിക്കുക? ഫേസ് മാത്രം നല്ല ബ്രൈറ്റ് ആയിട്ട് നല്ല വൃത്തിയായിട്ടിരിക്കും. അതോട് കൂടിയിട്ടുള്ള നെക്ക് എന്ത് സംഭവിക്കും? ഡൾ കളർ ആയിരിക്കും. അതുകൊണ്ട് അത് പാടില്ല. നമ്മൾ എന്ത് ഫേസിൽ ഇട്ടിട്ടുണ്ടെങ്കിലും അതൊക്കെ നമ്മുടെ നെക്കിലും കൂടിയിട്ട് ഇടേണ്ടതായിട്ടുള്ളത് ശ്രദ്ധിക്കണം. അപ്പം അത്രയുമാണ് നമ്മുടെ റേഡിയന്റ് ഗ്ലോ ഫേസ് വാഷ്. സോപ്പ് ഫ്രീ ആയിട്ടുള്ളതാണ്. തീർത്തും അല്ലെ ഡ്രൈ സ്കിന്നുകാർക്ക് കുറച്ചുകൂടി കൂടുതൽ ഉപയോഗിക്കാവുന്ന ഒന്നാണ് റേഡിയന്റ് ഗ്ലോ ഫേസ് വാഷ്. നമുക്ക് ഫേസ് വാഷ് ഒക്കെ ഉപയോഗിച്ച് ഡ്രൈ സ്കിന്നുകാർക്കും ഉള്ളതായിട്ടുണ്ട്, ഓയിലി സ്കിൻ ആയിട്ടുള്ള ആൾക്കാർക്കും വേണ്ടിയിട്ടുള്ള ഫേസ് വാഷ് ഒക്കെ ഉപയോഗിച്ചു കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് എന്താണ് നമ്മൾക്ക് ആവശ്യം? നല്ലൊരു ക്രീം വേണം അല്ലെ, മുഖത്ത് പുരട്ടാനായിട്ട് നല്ലൊരു ക്രീം വേണം. ആ ഒരു ക്രീമാണ് നമ്മുടെ മൾട്ടി ആക്ഷൻ ഫെയർനെസ് ക്രീം എന്ന് പറയുന്നത്. ഈ ഒരു ഫെയർനെസ് ക്രീമിന്റെ മാർക്കറ്റിലുള്ള മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് 3000 crores ആണ്. 3000 കോടിയാണ് അതിന്റെ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത്. നമ്മൾക്ക് തന്നെ നോക്കിയാൽ അറിയാം അല്ലെ, നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റിന്റെ ഗുണഗണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നല്ല രീതിയിൽ മാർക്കറ്റിലേക്ക്, ബാക്കി മറ്റുള്ളവരുടെ അടുക്കലേക്ക് ഇത് എത്തിക്കുകയാണെങ്കിൽ വളരെ വലിയൊരു പ്രോഫിറ്റ് നമ്മൾക്ക് നേടാനായിട്ട് സാധിക്കും. ഇതിൽ എന്തൊക്കെയാണ് അടങ്ങിയിട്ടുള്ളത്? ആദ്യമായിട്ടുള്ളതാണ് നിയാസിനമൈഡ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതെന്താണ് ചെയ്യുന്നത്? നമ്മൾ പേര് പോലെ തന്നെ, എന്താണ് ഇതിന്റെ പേര്? മൾട്ടി ആക്ഷൻ ഫെയർനെസ് ക്രീം ആണ്. മൾട്ടി ആക്ഷൻ ആണ്. ഫെയർനെസ് തരുന്നതോടൊപ്പം തന്നെ മൾട്ടി ആക്ഷൻ, മറ്റു കർമ്മങ്ങളും കൂടി, ഒന്നിലധികം കർമ്മങ്ങളെയാണ് നമ്മൾ മൾട്ടിപ്പിൾ ആക്ഷൻ എന്ന് പറയുന്നത് അല്ലെ. അപ്പം വേറെയും കർമ്മങ്ങൾ തരുന്ന ഒന്നാണ്, നല്ലൊരു അല്ലെ വേറെ കർമ്മങ്ങളും കൂടി ചെയ്യുന്ന ഒന്നാണ് നമ്മുടെ മൾട്ടി ആക്ഷൻ ഫെയർനെസ് ക്രീം എന്ന് പറയുന്നത്. അപ്പൊ ഫെയർനെസ് എന്ന് ഉദ്ദേശിച്ചത് കൊണ്ട് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് ഭയങ്കര യൂറോപ്യൻസിനെ പോലെ നല്ല വെളുത്ത ഒരു സ്കിൻ ആകും എന്ന് വിചാരിക്കരുത്. ഞാൻ നേരത്തെ ഫിറ്റ്സ്പാട്രിക് സ്കെയിലിലത് ആ ഒരു കാണിച്ചിരുന്നു അല്ലെ, എങ്ങനെയാണ് മെലാനിന്റെ കണ്ടന്റ് എമൗണ്ട് വെച്ചിട്ടുള്ളത് എന്നൊക്കെ ഞാനിപ്പോ കാണിച്ചു തന്നിരുന്നു. അപ്പം ഇത് ഉപയോഗിക്കുന്നത് കൊണ്ട് ഒരു 2-3 ഷെയ്ഡ് വരെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കും എന്നുള്ളതാണ്. അപ്പൊ അത് കൃത്യമായിട്ട് എല്ലാവരും മനസ്സിൽ കരുതി വെക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ്. അല്ലാതെ ഇത് തേച്ചിട്ടുണ്ടെങ്കിൽ യൂറോപ്യൻസിനെ പോലെ, മദാമമാരെ പോലെ, സായിപ്പന്മാരെ പോലെ നല്ല ഫൈറ്റ് ആയിട്ടുള്ള ഒരു സ്കിന്ന് കിട്ടും എന്ന് ഒരിക്കലും വിചാരിക്കരുത്. ഒരു 2-3 ഷെയ്ഡ് വരെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് നമ്മുടെ ഫെയർനെസ് ക്രീം എന്ന് പറയുന്നത്. അപ്പം എന്തിനെയാണ് അപ്പം കൺട്രോൾ ചെയ്യേണ്ടതായിട്ടുള്ളത്? ഞാൻ പറഞ്ഞു മെലാനിൻ ആണ് നമ്മുടെ സ്കിന്നിലെ, അധികമായിട്ട് മെലാനിൻ ഉള്ളവരാണ് കുറച്ചുകൂടി ഡാർക്ക് സ്കിൻ ആയിട്ടുള്ളത്. മെലാനിന്റെ അളവ് കുറയുമ്പോഴാണ് കുറച്ചുകൂടി ഫെയർ സ്കിൻ ആകുന്നത്. അപ്പം നിയാസിനമൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കണ്ടന്റ് നമ്മുടെ ഈ ഒരു ഫെയർനെസ് ക്രീമിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതെന്താണ് ചെയ്യുന്നത്? നമ്മുടെ സ്കിന്നിലുള്ള മെലാനിന്റെ അളവിൽ ഒരു കുറവാണ് വരുത്തുന്നത്. അതോടൊപ്പം അതിനെ നല്ലൊരു ഫെയർ ആക്കുന്നു. അതേപോലെ തന്നെ നമ്മുടെ സെബം ഞാൻ പറഞ്ഞിരുന്നു അല്ലെ, ഒന്നുകൂടി കാണിക്കാം.
ഇവിടെയാണ് സെബേഷ്യസ് ഗ്ലാൻഡ് എന്ന് പറയുന്നത്. ഈ മഞ്ഞ കളറിലായിട്ട് കാണുന്നതാണ് സെബം എന്ന് പറയുന്നത്. ഇതിങ്ങനെ ഈ ഒരു രോമകൂപത്തിലൂടെ ഇതിങ്ങനെ പുറത്തേക്ക് വരുന്നുണ്ട്. ഈ പുറത്തേക്ക് വരുമ്പോൾ ഇവിടെ എന്തെങ്കിലും നശിച്ചതായിട്ടുള്ള ഡെഡ് സ്കിൻ ഒക്കെ ഉണ്ടാകുമ്പോഴാണ് ഇത് എന്തായിട്ട് മാറുന്നത്, ബൾജ് ചെയ്തിട്ട് നീര് വെച്ചിട്ട് മുഖക്കുരുവായിട്ട് മാറുന്നത്. അപ്പൊ ഇങ്ങനെ ഉണ്ടായി വരുന്ന സെബത്തെ കൃത്യമായിട്ട് നമ്മുടെ സ്കിന്നിൽ നിന്നും നീക്കം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ അധികമായിട്ട് ഉണ്ടാകുന്ന ഈ ഒരു സെബത്തെ കൺട്രോളും കൂടിയാണ് ചെയ്യുന്നത് നമ്മുടെ നിയാസിനമൈഡ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അടുത്തതായിട്ടുള്ളതാണ് സൺസ്ക്രീൻ ആക്റ്റീവ്സ്. 2 തരത്തിലുള്ള സൺസ്ക്രീൻസ് ആണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അതാണ് ഡ്യുവൽ സൺസ്ക്രീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എന്താണ് ഈ ഡ്യുവൽ സൺസ്ക്രീൻ? ഡ്യുവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2, അതായത് ഓർഗാനിക്കും ഇനോർഗാനിക്കുമായിട്ടുള്ള കണ്ടന്റ്സ് ആണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. നോക്കൂ, നമ്മളിപ്പം സൂര്യപ്രകാശത്തിലേക്ക് പോവുകയാണ് അല്ലെ, പുറത്തിറങ്ങുകയാണെന്ന് വിചാരിക്കൂ. അപ്പം 2 തരത്തിലുള്ള സൂര്യന്റെ രശ്മികളാണ് നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ സ്കിന്നിലേക്ക് ഏൽക്കുന്നത്. അൾട്രാ വയലറ്റ് റേസ് അറിയാം അല്ലെ, അൾട്രാ വയലറ്റ് രശ്മികൾ എ, അൾട്രാ വയലറ്റ് രശ്മികൾ ബി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ 2 തരത്തിലുള്ള രശ്മികളാണ് സൂര്യപ്രകാശത്തിൽ നിന്നും നമ്മുടെ സ്കിന്നിലേക്ക് പതിക്കുന്നത്. ഈ പിക്ചറിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, UVA എന്ന് പറയുന്നതാണ് അൾട്രാ വയലറ്റ് എ രശ്മികൾ, UVB പറയുന്നതാണ് അൾട്രാ വയലറ്റ് ബി രശ്മികൾ. ഈ UVA എന്താണ് ചെയ്യുന്നത്? അത് നമ്മുടെ ശരീരത്തിന്റെ ആഴത്തിലേക്ക് ചെന്ന് ഇറങ്ങുകയാണ്. അതായത് ഡെർമിസ് ലെവലിലേക്ക് എത്തിയിട്ട് ഇവിടെയുള്ള കൊളാജനെയും ഇലാസ്റ്റിനെയും ഒക്കെ നശിപ്പിക്കുകയും അതുവഴി റിങ്കിൾസ്, ചുക്കിച്ചുളിവുകൾ ഉണ്ടാവുക, സ്കിൻ ഇങ്ങനെ തൂങ്ങിക്കിടക്കുക, അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നതാണ്. ഇനി UVB എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണെങ്കിലോ നമ്മുടെ തൊലിപ്പുറത്ത് ആണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. തൊലിപ്പുറത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഡാർക്ക് സ്കിന്ന്, കുറച്ചുകൂടി ഒരു കരുവാളിപ്പ് പറയാമല്ലേ, എന്താണ് പുറത്ത് സൂര്യപ്രകാശത്തിൽ പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും സ്കിന്നിൽ ഒരു കരുവാളിപ്പ് ഉണ്ടാകുന്നുണ്ട് അല്ലെ. അത് കൂടുതലായിട്ടും മെലാനിന്റെ പ്രൊഡക്ഷൻ സൺലൈറ്റിൽ കുറച്ചുകൂടി കൂടുതലായിട്ട് നടക്കുന്നുണ്ട്, അതുകൊണ്ടാണ്. അപ്പൊ ഈ UVB റേസ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിന്റെ പുറമെ ആ ഒരു കരുവാളിപ്പിനാണ് സഹായിക്കുന്നത്, ടാനിങ്ങിനായിട്ടാണ് കാരണമാകുന്നത്. അപ്പൊ നമ്മുടെ ഈ ഫെയർനെസ് ക്രീമില് 2 തരത്തിലുള്ള സൺസ്ക്രീൻസ് ആണ് ഉപയോഗിക്കുന്നത്. ഈ 2 തരത്തിലുള്ളത് എന്തിനാണ്? UVAയിൽ നിന്നുമുള്ള ഒരു സംരക്ഷണവും UVBയിൽ നിന്നുമുള്ള ഒരു സംരക്ഷണമാണ് ഇതുവഴി നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇനി നമ്മൾ പറഞ്ഞതുപോലെ തന്നെ മിനറൽ കോംപ്ലക്സുകൾ ഉണ്ട്. 3 മിനറൽസ് ഏതൊക്കെയാണ്? സിങ്ക്, മെഗ്നീഷ്യം, കോപ്പർ. സിങ്ക് എന്താണ് ചെയ്യുന്നത്? നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള മുറിവുണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ വളരെ വേഗത്തിൽ ഉണക്കാനായിട്ട് സഹായിക്കുന്നു. കോപ്പർ നമ്മുടെ, ഞാൻ പറഞ്ഞു, 2ാമത്തെ ലെയർ അല്ലെ, നടുക്കത്തെ ലെയർ ആയിട്ടുള്ള ഡെർമിസിൽ 2 തരത്തിലുള്ള കോശങ്ങളുണ്ട്, ഇലാസ്റ്റിനും കൊളാജൻ എന്നും പറഞ്ഞ. അത് നമ്മുടെ ശരീരത്തിന്, നമ്മുടെ സ്കിന്നിന് നല്ല സ്ട്രെങ്ത് തരുന്നതാണ്, ഇലാസ്റ്റിസിറ്റി നൽകുന്നതാണ്, അതിന്റെ അളവിനെ വർദ്ധിപ്പിക്കുന്നു. മെഗ്നീഷ്യം ആണെങ്കിൽ വാർദ്ധക്യത്തിൽ ഉണ്ടാകുന്നതായിട്ടുള്ള ചുക്കിച്ചുളിവുകള്, സ്കിൻ ഇങ്ങനെ തൂങ്ങിക്കിടക്കുക, അത്തരത്തിലുള്ള പ്രശ്നങ്ങളെയൊക്കെ ഒഴിവാക്കുന്നതുമാണ്. മൾട്ടി വൈറ്റമിൻ കോംപ്ലക്സുകളും ഇതിൽ ചേർത്തിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിൽ നമ്മുടെ അകത്തേക്ക് വൈറ്റമിൻസ് ആവശ്യമെങ്കിൽ തീർച്ചയായും പുറത്തേക്കും നമ്മുടെ സ്കിന്നിനും വൈറ്റമിൻസിന്റെ ആവശ്യമുണ്ട്. അപ്പൊ ഈ വൈറ്റമിൻസ് എന്തൊക്കെയാണ് ചെയ്യുന്നത്? കോംപ്ലക്ഷൻ, നമ്മുടെ സ്കിന്നിന്റെ കളറിനെ വർദ്ധിപ്പിക്കുന്നു. സ്കിൻ ബാരിയർ അല്ലെ, സ്കിൻ എന്ന് പറഞ്ഞ ഒരു ബാരിയർ ആണ്, ഒരു പ്രൊട്ടക്ഷൻ ആണ്. അപ്പം അതിന്റെ ആ ഒരു കർമ്മത്തെയും കൂടി ബൂസ്റ്റപ്പ് ചെയ്യുന്നു, നല്ല നല്ല സെൽസ് ഉണ്ടാകാനായിട്ട് സഹായിക്കുന്നതും കൂടിയായിട്ടുള്ളതാണ്. അതോടൊപ്പം ഹെർബൽ കോംപ്ലക്സും കൂടി ഉണ്ട്, അതായത് ചെടികളിൽ നിന്നും എടുത്തിട്ടുള്ള കോംപ്ലക്സുകളും കൂടി ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? കെമോമൈൽ, ബ്ലാക്ക്ബെറി, ഓറഞ്ച് പീൽ, ഇത് 3 കൂടി ചേർത്തിട്ടുണ്ട്. അപ്പം ഇതെന്താണ് ചെയ്യുന്നത്? സ്കിന്നിന്റെ ടെക്സ്ചർ വർദ്ധിപ്പിക്കുന്നു, സ്കിൻ ടോൺ കുറച്ചുകൂടി ലൈറ്റ് ആക്കുന്നു. കെമോമൈൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആന്റി ഇൻഫ്ലമേറ്ററി, ആന്റി ബാക്ടീരിയൽ കർമ്മങ്ങൾ ഉണ്ടാകുന്നു. ഇപ്പൊ പിമ്പിൾസ് ഒക്കെ ഉണ്ടാകുമ്പോഴത്തേക്കും അറിയാം, നീര് വെച്ചിരിക്കും അല്ലെ. അപ്പൊ അതിനൊക്കെ എതിരെ പ്രവർത്തിക്കുന്നതാണ്, പിമ്പിൾസ് ഉണ്ടാകാൻ കാരണമായിട്ടുള്ള ബാക്ടീരിയാസിനെ നശിപ്പിക്കുകയും ചെയ്യുന്നു. ബ്ലാക്ക്ബെറി ആണെങ്കിൽ റിച്ചസ്റ്റ് സോഴ്സ് ഓഫ് വൈറ്റമിൻ സി ആണ്, അതായത് വൈറ്റമിൻ സി ഒരുപാട് അടങ്ങിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ പുതിയ നല്ല കോശങ്ങളുടെ ഉൽപാദനത്തിന് സഹായിക്കുന്നു, ചുക്കിച്ചുളിവുകളൊന്നും ഇല്ലാതെ സംരക്ഷിക്കുന്നു. ഓറഞ്ച് പീൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാർക്കറ്റിലേക്ക് ഓറഞ്ച് പീൽ പൗഡർ അല്ലെ, ഓറഞ്ചിന്റെ
അതിന്റെ ആ പുറത്തെ തൊലിയുടെ പൗഡർ ലഭ്യമായിട്ടുള്ളതാണ്. അപ്പം അതിലും ഹയസ്റ്റ് കണ്ടന്റ് ഓഫ് വൈറ്റമിൻ സി ആണ്. വൈറ്റമിൻ സി ഒരുപാട് അടങ്ങിയിട്ടുള്ളതാണ്. നമ്മുടെ സ്കിന്നിന്റെ ഓവറോൾ ലുക്കിനെയാണ് അത് വർദ്ധിപ്പിക്കുന്നത്. നല്ലൊരു ഗ്ലോ ആണ് സ്കിന്നിന് ഈ ഓറഞ്ച് പീല് നൽകുന്നത്. അതോടൊപ്പം സോഡിയം PCA ഉണ്ട്. സോഡിയം PCA എന്താണ് ചെയ്യുന്നത്? നമ്മുടെ സ്കിന്നിലെ NMF-ന്റെ അളവിനെ വർദ്ധിപ്പിക്കുന്നു. എന്തായിരുന്നു NMF? നാച്ചുറൽ മോയ്സ്ചറൈസിംഗ് ഫാക്ടർ. എന്താണത് ചെയ്യുന്നത്? നമ്മുടെ സ്കിന്നിലെ ഈർപ്പത്തെ പിടിച്ചു നിർത്താനായിട്ട് സഹായിക്കുന്ന നാച്ചുറൽ ആയിട്ട് ഈ ഒരു പിക്ചറിൽ ഞാൻ തൊട്ടു മുന്നേയും ഞാൻ പറഞ്ഞിരുന്നു, ഈ കാണുന്നതായിട്ടുള്ളതാണ് NMF എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ അളവിനെ വർദ്ധിപ്പിക്കുന്നു. അപ്പം ഭയങ്കര ഡ്രൈ ആയി പോകുന്ന സ്കിന്നുകാർക്ക് ഉള്ള ഒരു ശമനം കൂടിയിട്ടാണ്, ഒരു പരിഹാരം കൂടിയിട്ടാണ് ഈ പറയുന്ന സോഡിയം PCA നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. ബാക്കിയുള്ള മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്ട്സിനെ അപേക്ഷിച്ച് നമ്മുടെ എലമെന്റ്സ് വെൽനസ് മൾട്ടി ആക്ഷൻ ഫെയർനെസ്സിൽ എന്തൊക്കെ ഗുണങ്ങളാണ് ഉള്ളത്? ഇതിന്റെ ക്രീമാണ് അല്ലെ, ഒരു നോൺ സ്റ്റിക്കി ആയിട്ടുള്ളതാണ്. വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് സ്കിന്നിലേക്ക് സ്പ്രെഡ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ഇത് ഉപയോഗിക്കുന്നത് വഴി നല്ല ഗുഡ് സ്കിന്നിനെയാണ് നിങ്ങൾക്ക് തരുന്നത്. സ്കിന്നിൽ ഒരു പോളിഷ് ചെയ്യുകയാണ് ചെയ്യുന്നത്. റേഡിയന്റ് ഗ്ലോ, ഇത് തേക്കുമ്പോൾ തന്നെ ഒരു ഗ്ലോ നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഒരു ഫെയർനെസ്, ഒരു എന്താണ് 2-3 ഷെയ്ഡ് വരെ ഫെയർനെസ് വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കുന്നതാണ്. ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് മൾട്ടി വൈറ്റമിൻസും മിനറൽസുമാണ് ഇതിൽ ചേർത്തിട്ടുള്ളത്. ഇത് നിങ്ങൾ വേറെ ഏതൊരു പ്രൊഡക്റ്റിൽ നോക്കിയാലും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു കോമ്പിനേഷനിലുള്ള ഒരു പ്രൊഡക്റ്റിനെ കാണാനായിട്ട് സാധിക്കുകയില്ല. ഇത് എല്ലാ സ്കിന്നുകാർക്കും ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പൊ എപ്രകാരമാണ്? ആവശ്യത്തിനുള്ള അളവിൽ എടുത്തിട്ട് നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് ഒരു വീഡിയോ ഉണ്ട്, അതൊന്ന് നോക്കൂ. ആവശ്യത്തിനുള്ള ഒരു അളവിൽ നിങ്ങൾ എടുക്കുക, സ്കിന്നില് എല്ലായിടത്തേക്കും ഫേസിൽ അപ്ലൈ ചെയ്യുക. നെറ്റിയില്, കവിളില്, താടിയില്, അതേപോലെ തന്നെ നെക്കില്. അതിനുശേഷം സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും, താഴെ നിന്നും മുകളിലേക്കാണ് അപ്ലൈ ചെയ്യേണ്ടത്. പലരും തേക്കുന്ന ഒരു കാര്യമാണ് ഫേസ് പാക്ക് ഒക്കെ ഇടുമ്പോൾ മുകളിൽ നിന്നും താഴേക്കാണ് തേക്കുന്നത്. പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടില്ല. താഴെയിൽ നിന്നും മുകളിലേക്കാണ് തേക്കേണ്ടത്. അപ്പൊ നെറ്റിയിലാണെങ്കിലും മുകളിലേക്കാണ് തേക്കേണ്ടത്. കഴുത്തിൽ തേക്കുമ്പോഴും മുകളിലേക്ക് വേണം നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക, ജസ്റ്റ് ഒന്ന് പാറ്റ് ചെയ്യുക, അതായത് ആ ഒരു സർക്കുലേഷൻ ഒക്കെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇത്രയുമാണ് ക്രീം ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം.